വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളും റമീസ് ആണ് തരുന്നത്. റമീസ്, എന്താണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? പ്രിയ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാൽ വടക്കൻ കേരളത്തിലാകെയും തന്നെ ഒരു മഴ മുന്നറിയിപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടാണുള്ളത്. നിലവിൽ 8-ാം തീയതി വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ശക്തമായ തിരമാല മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും സമുദ്ര ഗവേഷണ പഠന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിൽ വസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ നഗരത്തിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഒറ്റപ്പെട്ട മഴ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മറ്റ് മലയോര മേഖലകളിലും ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെട്ട മഴ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വലിയ നാശനഷ്ടങ്ങളോ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാലും മിതമായ ഒറ്റപ്പെട്ട ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ കടൽ തീരത്ത് വെള്ളയിൽ ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന ഒരു വഞ്ചി ശക്തമായ കാറ്റിൽ അകപ്പെട്ട് തകർന്നിരുന്നു. മാത്രമല്ല നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ വെള്ളക്കെട്ട് പലയിടങ്ങളിൽ രൂപപ്പെടുകയും പലയിടങ്ങളിലും ചെറുതായി വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ കാലവർഷ പ്രശ്നമായി കോഴിക്കോട് ജില്ലയിലോ വടക്കൻ കേരളത്തിലോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു ജാഗ്രത പലയിടങ്ങളിലും പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈയൊരു ഇടിമിന്നലോട് കൂടിയ മഴ പല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയ, ശരി റമീസ്, എന്തായാലും മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് വന്നിട്ടുണ്ട്. മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സലീം ചോദിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കുണ്ടോ എന്ന്. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ മഴയുണ്ടാകും, അത് തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.